ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമിൻ്റെ ആ ഒരു ബിസിനസ് ഉണ്ടല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പൂജ ചെയ്യാൻ വേണ്ടി അമ്പലത്തിലോട്ട് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ആ പ്ലാനും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളെല്ലാം ഗൗതം എടുത്തിട്ടുണ്ടാവും കേട്ടോ. പിന്നീട് അവിടെ അവരുദ്ദേശിക്കുകയാണ് ഒരു അന്നദാനം നൽകാൻ. അങ്ങനെ അവർ അന്നദാനം നൽകുന്നുണ്ട് കേട്ടോ. ഈ സമയം ഗൗതം പൂജാരിയോട് പറയുന്നുണ്ട്, ഞാൻ ആദ്യമായി ഒരു ബിസിനസ് തുടങ്ങണം, ഇത് നല്ല നിലയ്ക്ക് വിജയിക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ ഈ അന്നദാനം നൽകുന്നത്. അവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നുണ്ട്, അവർക്കുള്ള ഭക്ഷണം നിങ്ങൾ തന്നെ കൊടുക്കും, അത് ഞങ്ങൾ ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നിധി പറയണം അത് വേണ്ട, ഞങ്ങൾ തന്നെ നൽകിക്കൊള്ളാമെന്ന് പറയട്ടോ. അങ്ങനെ ഗൗതം നിധിയും കൂടി അവിടെ അന്നദാനം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ടാവും, ഒരുപാട് ഭിക്ഷക്ക് യാചിക്കാൻ വരുന്നത് പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അവർ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ വിളമ്പാണ്. പക്ഷേ പെട്ടെന്ന് നിർമ്മലയെ അവിടെ കാണാണ്. നിർമ്മലയെ ഗൗതം കാണില്ല, അതുപോലെ നിധിയും കാണില്ല കേട്ടോ. നിർമ്മലയാണെങ്കിലോ ഈശ്വര പെട്ടല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇവർക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു വഴിയുമില്ലല്ലോ, ഇന്നാണെങ്കിൽ ഞാൻ ഇതിലിരിക്കും ചെയ്തല്ലോ, ഇനി എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ഇതോടുകൂടി നിർമ്മല ഇരിക്കുകയാണ്. അങ്ങനെ ഗൗതം ആദ്യമായി ഇരിക്കുന്ന ആ ആൾക്ക് ഭക്ഷണം നൽകണം കേട്ടോ. അപ്പം അയാൾ അത് നിധിയാണ് നൽകുന്നത്. അപ്പം ആ വൃദ്ധൻ പറയുന്നുണ്ട്, മോളെ, ഞങ്ങൾക്കൊരു നേരത്തെ ഭക്ഷണം തന്ന നിൻ്റെ ഈ മനസ്സുണ്ടല്ലോ, അത് ഈശ്വരൻ കാണും, നീ വലിയ ഉയർന്ന നിലയിൽ തന്നെ നീ എത്തും. ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം തരുന്ന നിന്നെപ്പോലെയുള്ളവരെയാണ് എല്ലാവർക്കും ആവശ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ആ വൃദ്ധ ഇങ്ങനെ നല്ലത് വരട്ടെ, നിനക്ക് നല്ല അനുഗ്രഹം കിട്ടട്ടെ എന്നൊക്കെ പറയുന്ന സമയത്ത് ഉടൻ തന്നെ നിധി പറയണേ, അയ്യോ ഇപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെയല്ല, ഈ നിൽക്കുന്ന ഗൗതമിനെയാണ്. ഗൗതം ഒരു ബിസിനസ് തുടങ്ങുകയാണ്. ബിസിനസ്സിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു അന്നദാനം നടത്താൻ ഉദ്ദേശിച്ചത് എന്ന സത്യം വെളിപ്പെടുത്തണം കേട്ടോ. അപ്പം ഇക്കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഉടൻ തന്നെ അയാൾ പറയുന്നത്, എന്തായാലും നീയും നിൻ്റെ ഭർത്താവിൻ്റെയും മനസ്സ് മറ്റുള്ളവർക്ക് ആർക്കും ഉണ്ടാവില്ല, നിങ്ങൾ ഞങ്ങളെപ്പോലെ പാവങ്ങളെ ഓർത്തല്ലോ, നീ വലിയ ഉയരങ്ങളിൽ തന്നെ എത്തും എന്ന് പറയുമ്പോൾ ഗൗതമിന് വലിയ സന്തോഷമാവണം കേട്ടോ. പിന്നീട് ഗൗതം അടുത്ത പേർക്ക് ഇങ്ങനെ ഭക്ഷണം വിളമ്പി കൊടുക്കുകയാണ്. അപ്പം നിധിയും ഗൗതവും കൂടി തന്നെയാണ് വിളമ്പുന്നത്. ഒരേ ഇലയിലോട്ട് ആദ്യം കുറച്ച് പായസം, അതായത് നിവേദ്യമൊക്കെ ഉണ്ടാവില്ല, അതിട്ട് കൊടുത്ത് പിന്നീട് പഴം കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ നിർമ്മല ഇതൊക്കെ കണ്ടിരിക്കുകയാണ്. ഈശ്വര, എന്നെ ഇവർ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അത് ആപത്താണ്, അത് ഉണ്ടാവാൻ പാടില്ല, ഞാൻ ഇങ്ങനെ ഒളിവിലും മറവിലും തന്നെയാണ് താമസിക്കേണ്ടത്, അതൊരിക്കലും ഉണ്ടാവരുതെന്ന് മനസ്സിലാക്കി നിർമ്മല എന്ത് ചെയ്യും, തൻ്റെ സാരിയുടെ തുമ്പെടുത്ത് തൻ്റെ മുഖം മറക്കാനായിട്ടോ. അങ്ങനെ നിർമ്മല ഈ ഒരു ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. പക്ഷേ നിർമ്മല ഗൗതമും നിധിയും തൊട്ടരികിലോട്ട് എത്തുമ്പോൾ നിർമ്മലയുടെ നെഞ്ചിരിപ്പ് തുടങ്ങുകയാണ്. അങ്ങനെ നിർമ്മലയുടെ തൊട്ട് മുന്നിലുള്ള ആൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നിർമ്മല അങ്ങ് എണീറ്റ് പോവാണ് കേട്ടോ. ഇതോടുകൂടി ഗൗതം അമ്മേ അവിടെ നിൽക്കൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ആ സമയം നിർമ്മല, ഈശ്വര, എന്നെ ഇവർ കണ്ടോ, ഇവർ കണ്ടിട്ടുണ്ടാവുമോ, തീർച്ചയായും കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ഒരു വില ഉയർന്നത്, എന്നെ മനസ്സിലായോ എൻ്റെ മോന് എന്ന പേടിയോടുകൂടി നിർമ്മല നിൽക്കുമ്പോൾ ഉടൻ തന്നെ നിധി അവിടെ നിൽക്കും, നിങ്ങൾക്കുള്ള നിവേദ്യമുണ്ട്, അമ്മ പോവല്ലേ, നിങ്ങളിത് കഴിച്ചിട്ട് പോ, ഞങ്ങളുടെ ഈ ഒരു ആഗ്രഹം നല്ല നിലയ്ക്ക് അത് സഫലമാവാൻ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയം നിർമ്മല അരികിലോട്ട് വീണ്ടും വരികയെന്ന് കാണുമ്പോൾ നിർമ്മല അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗൗതം പറയണേ, ഇതാരോ, ഞാൻ അറിയുന്ന ആരോ ആണെന്ന് തോന്നുന്നു, എൻ്റെ മനസ്സ് അങ്ങനെ പറയുന്നു നിധി, ഇവരെ എവിടെ വെച്ച് കണ്ടതുപോലെ ഇവരുടെ ആ ശരീരരൂപം കാണുമ്പോൾ അങ്ങനെയൊരു തോന്നൽ, എന്തായാലും അവരെ പിടിച്ചേ പറ്റുള്ളൂ, അവരങ്ങനെ ഓടാൻ പറ്റില്ല, അവർ നമ്മളെ ഭയന്ന് ഓടുകയാണ്, അതുകൊണ്ട് അവരെ പിടിക്കണമെന്ന് പറഞ്ഞ് ഗൗതമും നിധിയും നിർമ്മലക്ക് ഒപ്പം ചെല്ലുമ്പോൾ നിർമ്മല ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കാൻ കേട്ടോ. ആ സമയം കാണാൻ ഗൗതമിന് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നു. അങ്ങനെ ഗൗതം എന്ത് ചെയ്യുന്നു, ആ ഫോൺ അറ്റൻഡ് ചെയ്യുക. ഉടൻ തന്നെ നിധിയോട് പറയുന്നുണ്ട്, ബാങ്കിലെ മാനേജർ ലോണിൻ്റെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാനാണോ ആയിരിക്കും, നീ എന്തായാലും ഇവിടെ നിൽക്കുക, നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാങ്കിലെ മാനേജറോട് ഗൗതം ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിധിയുടെ ഉള്ളിൽ അതാരായിരിക്കും, ഞങ്ങളെ കാണുമ്പോൾ എണീറ്റ് പോവാൻ, അതൊരു അന്നദാനത്തിന് വേണ്ടി ഭിക്ഷയാചിച്ച് വന്നിരിക്കുന്നവരൊന്നും അല്ല, ഞാൻ അറിയുന്ന ആരോ ആണല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ നിധി എന്ത് ചെയ്യുന്നു, ഇവരുടെ പിറകെ പോവാണ്. അപ്പോഴേക്കും നിർമ്മല ഓടി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ നിധി ഇപ്പുറത്തെ വഴിയിലൂടെ വന്ന് നിർമ്മലയെ കയ്യോടെ പിടികൂടാണ് കേട്ടോ. അപ്പോഴും അവർ ആ തലയിൽ മുണ്ടിട്ടിട്ടുണ്ടാവും കേട്ടോ. എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ഓടുന്നത്? എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത് പോലെ നിങ്ങൾക്കും ഞങ്ങൾ ഭക്ഷണം നൽകുന്നു. പക്ഷേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോൾ ഒരു ഭയപ്പാടാണല്ലോ നിങ്ങളുടെ മുഖത്ത് കാണുന്നത്. എന്തിന് നിങ്ങൾ ഭയക്കണം? എന്തിനാണ് നിങ്ങൾക്ക് ഭയക്കേണ്ട ആവശ്യം എന്ന് പറഞ്ഞിട്ട് നിധി ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ നിധി, എന്താ നിങ്ങൾ മിണ്ടാത്തത്? നിങ്ങൾക്ക് എന്താ നാവില്ലേ? സംസാരിച്ചൂടെ? നിങ്ങളെന്തിനാ മുഖം മറിച്ച് പിടിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നിധി ആ സാരി അങ്ങ് വലിച്ചൂരുമ്പോൾ താൻ കാണുന്ന കാഴ്ച നിർമ്മലയായിരിക്കട്ടോ. നിർമ്മലയെ കാണുന്ന നിധി വല്ലാതെ അങ്ങ് ഞെട്ടിപ്പോവാണ്. നിർമ്മലയുടെ ആ രൂപവും ആ ഒരു അവശതയൊക്കെ കാണുമ്പോൾ നിധിക്ക് വല്ലാത്ത സങ്കടം തോന്നാണ് കേട്ടോ. അങ്ങനെ നിധി, നിർമ്മലാമ ഭിക്ഷ യാചിച്ച് നടക്കേണ്ട ആളാണ്. നിർമ്മലാമ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഭിക്ഷ യാചിച്ച് നടക്കുന്നത്? നിർമ്മലാമ ഗൗതമിൻ്റെ അമ്മയാണ്. ഗൗതം ഇത് ഒരു കാലത്ത് അറിഞ്ഞു കഴിഞ്ഞ് ഗൗതം നെഞ്ച് തകർന്ന് മരിച്ചു പോകും. എന്തിനാണ് നിർമ്മലാമ ഇനിയിപ്പോൾ ഗൗതമിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തുന്നത്? ഞങ്ങളെ വിട്ട് എന്തിനാണ് നിർമ്മലാമ പോയത്? അത് കേൾക്കുന്ന നിർമ്മല പറയാണ്, മോളെ ഞാനൊരു പാപിയാണ്. കാരണം എൻ്റെ മകനെ വയറ്റിലിട്ടു എന്ന ആ ഒരു ഇത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അവനോട് ആ ഒരു കടമ മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതും എങ്ങനെയാണ് വയറ്റിൽ ആയതെന്ന് ഞാൻ എന്നോട് പറയണ്ടല്ലോ. ഞാനും അയാളും എൻ്റെ സുഖജീവിതം നോക്കി അങ്ങനെ ഗൗതം ഉണ്ടായത്. പക്ഷേ ഒരു അമ്മ മകനോട് ചെയ്യേണ്ട കടമകളൊന്നും ഞാൻ ചെയ്തില്ല. ഒരു കുഞ്ഞിനോട് ചെയ്യേണ്ട കടമകൾ ചെയ്തില്ല. 10 മാസം എൻ്റെ വയറ്റിൽ അവൻ കിടന്നു എന്നുള്ളത് മാത്രം. അത് ഗതികേടുകൊണ്ട് അവനെ പ്രസവിച്ചപ്പോൾ അവനെ ഞാനൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഞാൻ അവിടെ നിന്നും പോവുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് എന്താ കുഴപ്പം നിർമ്മലാമേ? അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ. ആർക്കൊരു തെറ്റ് പറ്റുള്ളൂ. ഇനി നിധി പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ്, ആ തെറ്റ് ആർക്കും പറ്റും. എൻ്റെ മകനെ പൊന്നുപോലെ ഇന്നിപ്പോൾ ഈ ഗൗതമാക്കി വളർത്തിയെടുത്തത് ആരാണെന്നറിയോ? പാറുവാണ്. പാറുവിൻ്റെ സ്നേഹം കൊണ്ടും പാറുവിൻ്റെ ഐശ്വര്യത്തോടു കൂടിയുള്ള വളർത്തൽ കൊണ്ടും വേർതിരിവില്ലാതെ കുനിഷ്ടില്ലാതെ എൻ്റെ മകനെ വളർത്തിയത് കൊണ്ട് ഇന്നവൻ ലോകം അറിയപ്പെടുന്ന ഒരാളായി മാറി. എൻ്റെ മകൻ എൻ്റേതാണെന്ന് അറിയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വീട് വിട്ടിറങ്ങിയത്. പക്ഷേ പ്രതീക്ഷകൾ എന്നെ തെറ്റിച്ച് കളഞ്ഞു. എൻ്റെ മകനെ ആ വീട് വിട്ടിറങ്ങേണ്ടി വന്നു. എൻ്റെ മകന് ആ സത്യങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ തന്നെ നിധി പറയുന്നുണ്ട്, അതിനൊക്കെ കാരണക്കാരത്തി ശിവാനിയാണ്. ഞാൻ ഒരിക്കലും മുഖേന അതറിയരുതെന്ന് കരുതിയാണ് ഞാൻ അവിടെ നിന്നും ഇറങ്ങിയത്. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ല. ഇപ്പം എൻ്റെ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ. അപ്പം നിർമ്മലാമ്മ ഇത്രയും ദിവസം എവിടെയായിരുന്നു? ഞാൻ ഒരു വേറെ രാജ്യത്തായിരുന്നു, അവിടെ താമസിക്കായിരുന്നു. പക്ഷേ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല. എൻ്റെ കുഞ്ഞിനെ കണ്ടില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ ആരോ എന്തൊക്കെയോ പറയുന്നത് പോലെ. അപ്പം നിന്നെയും അവനെയും ഞാൻ ഒളിഞ്ഞിരുന്ന് കാണുന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഈ നാട്ടിലേക്ക് തിരികെ വന്നപ്പോൾ ഞാൻ അറിയുന്ന അവസ്ഥ, എൻ്റെ ഗൗതം ഒരു രൂപ പോലും കയ്യിലില്ലാത്തവനായിരിക്കുന്നു. അവൻ പെരുവഴിയിലാണ് താമസിക്കുന്നത് എന്ന സത്യം അറിഞ്ഞപ്പോൾ ഞാൻ ഈ അമ്പലത്തിൽ വന്ന് ഒരുപാട് പൊട്ടിക്കരഞ്ഞു. ആ സമയം എൻ്റെ മുന്നിലോട്ട് ഇവിടെ ഒരു സ്വാമിജി വന്നിരുന്നു. സ്വാമിജിയോട് ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിച്ച പാപിയായ ഒരു അമ്മയാണ്. പിന്നീട് എൻ്റെ കുഞ്ഞ് സൗഭാഗ്യങ്ങൾ കൊണ്ട് മൂടി വളർന്നവനാണ്. എന്നാൽ ഇന്ന് അവൻ അറിഞ്ഞിരിക്കുന്നു അവൻ ഒരു അനാഥനാണെന്നുള്ള സത്യം. അതറിഞ്ഞപ്പോൾ എൻ്റെ മകൻ ആ വീട് ഉപേക്ഷിച്ച് വന്നു. ഇന്നിപ്പോൾ അവന് ഒരു ബിസിനസ്സുമില്ലാതെ ഒരു രൂപ പോലും ഇല്ലാതെ അവൻ ജീവിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ നല്ല നിലയ്ക്ക് എത്താനും അവൻ വലിയ ഉയർന്ന സ്ഥാനങ്ങളിലോട്ട് എത്തുവാനും എന്നോട് 7 ദിവസം നിങ്ങൾ ഇപ്പോൾ ഭക്ഷണം കൊടുക്കുന്നില്ലേ, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഭിക്ഷയ്ക്കിരിക്കുന്ന ഒരാളെ പോലെ ആവാനും എന്നോട് ഇവിടെ ഇരുന്ന് ധർമ്മം ചോദിക്കാനും പറഞ്ഞു. അതാണ് ഞാൻ ചെയ്തത്. 7 ദിവസം എൻ്റെ പൊന്നു മോനക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എൻ്റെ മകൻ അങ്ങനെ താവേണ്ടവനല്ല, അവൻ എല്ലാവരേക്കാൾ ഉയർന്ന ലെവലിലോട്ട് എത്തണം. അതിനു വേണ്ടിയാണ് അമ്മ ഈ അന്നദാനത്തിൽ ഇരുന്നത് എന്നുള്ള സത്യം പറയാനേട്ടോ. ഇത് കേൾക്കുന്ന നിധി നിർമ്മലാമ്മയെ കെട്ടിപ്പിടിച്ച് കരയാനേട്ടോ. എന്തിനാണ് നിർമ്മലാമ്മ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് നിധി കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ആണ് ഇനി ഗൗതമിൻ്റെ വരവ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നിർമ്മലയെ കണ്ടുമുട്ടുന്ന ആ ഒരു എപ്പിസോഡാണ് ഇനി വരുന്നത് കേട്ടോ.